ഞാൻ ഇന്നലെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ചോദിച്ച ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ടൊക്കെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ കൊറിയറൊക്കെ എങ്ങനെ അയക്കലെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കണേ. നമുക്ക് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാംസങ് S24 ആണ് കേട്ടോ. അതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ ഐഫോൺ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഓൺലൈനിൽ ചെയ്യണതുകൊണ്ട് തന്നെ നല്ല ക്ലിയറിൽ ഫോട്ടോ എടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കസ്റ്റമർ നമ്മളെ ഫോട്ടോ ആയിരിക്കും ഫസ്റ്റ് കാണുന്നുണ്ടാവുക. ഇനി നമുക്ക് കൊറിയറിനെ പറ്റിയിട്ട് നോക്കാം. ഞാൻ DTDC വഴിയാണ് സാധാരണ കൊറിയർ അയക്കാറ്. അതാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അത് എല്ലാ ടൗണിലും ഓഫീസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തതിന് ശേഷം, ഇനിയിപ്പോൾ ഏത് കൊറിയറിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അഡ്രസ്സ് വെക്കണം. ഫ്രം ടു ആക്കിയിട്ട്, അതിൽ ഫ്രം നമ്മളെ അഡ്രസ്സും ടു ആർക്കാണോ അയക്കണത് അവരുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അതിൻ്റെ ഫോം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് കൊറിയറിലാണോ അയക്കേണ്ടത് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്ലിപ്പ് തരും. നമ്മളെ പേരും നമ്മൾ ആർക്കാണോ കൊറിയർ അയക്കണത് അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ഇതേപോലെ എടുത്തിട്ട് സ്ലിപ്പ് തരും. ഇതിൽ ഷിപ്പിംഗ് ചാർജ് കണ്ടോ, വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതാണ് ട്രാക്കിംഗ് ID. ഇതിൽ നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അവരെവിടെ എത്തി, കൊറിയർ എവിടെ എത്തി എന്നൊക്കെ നോക്കാൻ വേണ്ടി. നമ്മൾ കേരളത്തിനുള്ളിലൊക്കെ ഒരു ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും, വെയിറ്റിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ കേരളത്തിന് പുറത്ത് നമുക്ക് മിനിമം ചാർജ് വരുന്നത് 80 ആണ്. കേരളത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് വരുന്നത് 50 ആണ് കേട്ടോ. അത് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കിലോക്ക് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് ഫുൾ ആയിട്ടാണോ വാങ്ങുന്നത്, ഹാഫ് ആയിട്ടാണോ അഡ്വാൻസ് ആയിട്ടാണോ വാങ്ങണം എന്നൊക്കെ പറയാം. ഫസ്റ്റ് ആയിട്ട് ഞാനിത് തുടങ്ങിയപ്പോൾ അവർ കൺഫർമേഷൻ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ ക്ലോത്ത് എടുത്തതിന് ശേഷമാണ് അവർ പേയ്മെൻറ്റ് ചെയ്യാറ്. അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് അവർ പേയ്മെൻറ്റ് ചെയ്യാറ്. അവർ നമ്മളെ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മൾ അവരെയും വിശ്വസിക്കണമല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ലോത്ത് വാങ്ങി വെച്ചിട്ട് പിന്നെ അവരൊരു വിവരം ഇല്ലാതാവണം, അങ്ങനെ ഒരു പ്രശ്നം കുറേ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഞാനിപ്പോൾ ഒരു കസ്റ്റമർ കൺഫേം പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്യാൻ പറയും. എന്നിട്ടായിരിക്കും ഞാൻ ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോവുക. എന്നിട്ട് സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ കൊറിയർ അയക്കണതിൻ്റെ 2 ദിവസം മുന്നേ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും കംപ്ലീറ്റ് ആവാൻ അയക്കണമെന്ന്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു ഫുൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കൊറിയർ ഇവിടെ നിന്ന് അയക്കുള്ളൂ. പിന്നെ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യണം, എപ്പോഴാണ് വർക്കൊക്കെ ചെയ്യാറെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാരീഡാണ്, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാമല്ലോ. രാവിലത്തെ നമ്മൾ വീട്ടിലത്തെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിൻ്റെ ശേഷമായിരിക്കും പിന്നെ നമ്മൾ മെഷീനിൽ ഇരിക്കുക. സ്റ്റിച്ച് ചെയ്യാനിരുന്നാൽ പിന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാതെ നമുക്ക് അവിടെ നിന്ന് നീക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു 6 മണി 7 മണി 7:30 വരെയൊക്കെയാണ് കൊറിയർ ഓഫീസ് ഉള്ളത്. അപ്പോൾ അതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. നമുക്ക് അർജൻറ്റായിട്ട് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനത് ഫുള്ള് തീർത്തിട്ട് നമുക്ക് തന്നെ 6 മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ കൊറിയർ അയക്കാറുണ്ട്. നമ്മളത് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാത്രി ചെയ്യാം, രാവിലെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ക്ലോത്ത് ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത്. പെർ മീറ്റർ 100 രൂപയാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഞാൻ 2.25 മീറ്ററാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഞാൻ ഏതൊക്കെ മെഷീനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. എൻ്റെ അടുത്ത് 3 മെഷീനാണ് ഉള്ളത്. ഈ ഉഷയുടെ ഈ മെഷീനും പിന്നെ ഓവർലോക്ക് ചെയ്യുന്നതും പിന്നെ നമ്മൾ നോർമൽ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ നോർമൽ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഉഷാജാനത്തിൻ്റെ ഞാൻ വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. എനിക്ക് സ്കാലപ്പ്, ബട്ടൺസ്, അങ്ങനത്തെ ഹെമ്മിങ് ഒക്കെ ചെയ്യാനും അതിനാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇത്രയും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ബട്ടൺസ് വെക്കാനും നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടിയിരുന്നു. പിന്നെ ബട്ടൺസ് വെക്കാൻ, പിന്നെ നമ്മൾ ഈ ത്രെഡൊക്കെ തുന്നൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അതും നീഡിലും പിന്നെ കുറച്ച് ഫൂട്ടോ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ബോബിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഷീൻ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല തന്നെയാണ്. നമുക്ക് ഹെമ്മിങ്ങും ബട്ടൺസും ഒക്കെ വെക്കാം. ബട്ടൺസ് ഇതിൽ വെച്ച് നോക്കിയിട്ടില്ല. ഹെമ്മിങ്ങും മറ്റേ സ്കാലപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ല തന്നെയാണ്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീഷോ എന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ബോബിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിനിപ്പോൾ 25 ബോബിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ ഞാൻ നൂലിപ്പോൾ നിറച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഈ നോർമൽ മെഷീനും ഓവർലോക്ക് മെഷീനും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ വർക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ സ്കാലപ്പും അതേപോലെ സ്കേർട്ടിൻ്റെ താഴെയൊക്കെ ഹെമ്മിങ് ഒക്കെ ചെയ്യാനുണ്ടായപ്പോൾ ഞാൻ അതിന് മാത്രമായിട്ട് ഞാൻ പുറത്ത് ഷോപ്പിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു സ്കേർട്ടിൻ്റെ താഴെ ഹെമ്മിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ വരും. അപ്പോൾ നമുക്കൊരു ഡ്രസ് കോഡൊക്കെ ചെയ്യുമ്പോൾ ഒരു 5-6 സ്കേർട്ടൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 600 രൂപ അങ്ങനെ പോകും. പിന്നെ സ്കാലപ്പൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കസ്റ്റമർ സ്കാലപ്പ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ തന്നെ ചെയ്യാനായിട്ട് നമുക്കിവിടെ 150 ആണ് വരുന്നത് നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയി കൊടുക്കുമ്പോൾ.
പിന്നെ ഈ 4 സൈഡിൽ ചെയ്യുമ്പോഴും 400 വരെ വാങ്ങുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷീൻ എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നോർമൽ മെഷീനിൽ തന്നെയാണ് ചെയ്യാറ്. ഇതാണ് എൻ്റെ ഓവർലോക്ക് മെഷീൻ. ബേബി ലോക്ക് എന്നാണ് ഇതിന് പേര് കാണുന്നത് ഇവിടെ. അത് കുറേ വർഷമായി, ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, കുറേ വർഷമായി ഞാൻ ഇത് യൂസ് ചെയ്യണത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും അന്ന് എത്രയില്ല വാങ്ങിയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി, അതിലൊന്നും ഇപ്പോൾ കാണില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോലൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്ന്. ഇങ്ങനെയുണ്ടോ ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓവർലോക്കിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് മെഷീൻ വാങ്ങുന്നതാവും നല്ലത്. അതാകുമ്പോഴേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അതിൻ്റെ അറ്റത്തൊക്കെ കട്ട് ചെയ്തിട്ട് കിട്ടുള്ളൂ. പിന്നെ ഉഷാ ജനത്തിൽ തന്നെ നമുക്ക് ഓവർലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് ഓവർലോക്ക് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ സിഗ്സാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ഓവർലോക്ക് പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ കൊറിയർ അയക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെ അയക്കുന്നത് എന്ന്. അതിൽ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങേണ്ടതാണ് കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ അവരോട് പറയുന്ന ഡ്രസ്സിൻ്റെ എമൗണ്ടിലേക്ക് ഷിപ്പിംഗ് ചാർജ് കൂട്ടിയിട്ട് പറയുക, അല്ലെങ്കിൽ അവരോട് സെപ്പറേറ്റ് ഇന്ന ഷിപ്പിംഗ് ചാർജ് ആണെന്ന് പറഞ്ഞാലും മതി. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളൊരു കൊറിയർ അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവുമെന്ന്. പിന്നെ നമ്മൾ അവരോട് നമ്പർ തരാൻ വേണ്ടി പറയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് കോൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ തന്നെ തരാൻ വേണ്ടി പറയാം. 2 നമ്പറെങ്കിലും മിനിമം വാങ്ങുക. നമ്മൾ കറക്റ്റ് ദിവസം തന്നെ ആയിരിക്കും ഷിപ്പ് ചെയ്തിട്ടുണ്ടാവുക, അവർ പറഞ്ഞ ദിവസം തന്നെ ആയിരിക്കും ഷിപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവരവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കോൾ എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥ വരികയാണ്, അല്ലെങ്കിൽ കോൾ കിട്ടാത്ത, അവർ കോൾ ചെയ്തിട്ട് കോൾ കിട്ടാത്ത എന്തെങ്കിലും അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവരത് നേരെ റിട്ടേൺ അയക്കും, നമുക്ക് തന്നെ തിരിച്ചയക്കും. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ കൊറിയർ ഓഫീസുകാരും ഒരേപോലെ ആവണമെന്നില്ല. ചിലപ്പം ഒരു വട്ടം വിളിച്ചിട്ട് കോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ റിട്ടേൺ ആയിരിക്കും. ചിലർ 2-3 ദിവസം അവിടെ വെച്ച് നോക്കും, വിളിച്ച് നോക്കും, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടിന് എനിക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും ഇതേപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിതിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ തരാറുണ്ട്. എനിക്ക് അധികം അതേപോലെ മെസ്സേജ് അയക്കുന്നത് ഉമ്മമാരാണ്. മക്കളൊക്കെ ഉള്ളവർ നമുക്കിങ്ങനെ ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്കൊന്നെങ്കിലും അത് സാധിച്ചു കൊടുക്കെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം.